തഴവാ ഉസ്താദിന്റെ ഒരു 4 വരി ബൈത്തുണ്ട്. തഴവാ ഉസ്താദിന്റെ 4 വരി ബൈത്തുണ്ട് ഈ കുന്തിരിക്കവുമായി ബന്ധപ്പെട്ട്. അതിങ്ങനെയാണ്: മണിക്കുന്തിരിക്കം ഏറ്റവും ഫലമുള്ളതാ, അതുകൊണ്ട് വീട് പുകക്കലേറ്റം നല്ലതാ, അതിനാൽ ശൈത്വാൻ വീട് വിട്ടൊഴിയുന്നതാ, എന്നും ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. മണിക്കുന്തിരിക്കം ഗർഭവതികൾക്ക് നല്ലതാ, എന്നും ഹദീസിൽ തന്നെയുണ്ട്, നീ നോക്കടാ. അതായത് തഴവസ്താദ് പറയുന്നത് ഹദീസിൽ തന്നെ ഉണ്ട് എന്ത്? കുന്തിരിക്കം. അതിന് പല അറബിയിൽ പല ബഹൂർ എന്നൊക്കെ പല പേരുകളുണ്ട്. എന്തുമാവട്ടെ, അത് പുകക്കുന്നത് നല്ലതാണ്, ഷെയ്ത്താൻ ഓടുമെന്ന. സാധാരണ കുന്തിരിക്കം എങ്ങനെയാ? ഒരു ചെറിയ ചട്ടി അല്ലെങ്കിൽ ചെറിയ ചിരട്ടയില് സാധാരണ ചട്ടി എടുക്കാറ്, അതില് നമ്മുടെ ചകിരിയൊക്കെ വെച്ചിട്ട് കുന്തിരിക്കം അതിൽ ഇട്ടിട്ട് ഇങ്ങനെ പോക്കും അല്ലെ. അത് പോയിച്ചാലുള്ള ഒന്നാമത്തെ ഗുണം മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ്. കാരണം സുഗന്ധമുള്ള ഏത് സ്ഥലമുണ്ടോ അവിടെയെല്ലാം മലക്കുകൾ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ നമുക്ക് കാണാം. സുഗന്ധമുള്ള ഏത് സ്ഥലത്തും മലക്കുകൾ ഉണ്ടാകും. അപ്പോൾ ഈ കുന്തിരിക്കത്തിന്റെ നല്ലൊരു ഗന്ധം, യഥാർത്ഥ കുന്തിരിക്കത്തിന് നല്ല മണമാണ്. അതെന്താണ്? മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാക്കും. നമ്മുടെ വീടുകളിൽ പുകച്ചാൽ മലക്കുകൾ വീട്ടിൽ വരുമെന്നാണ്. അൽഹംദുലില്ലാ. പിന്നെ രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പിശാചിനെ ഓടിക്കാൻ ഏറ്റവും നല്ല ബെസ്റ്റ് സാധനമാണ്. ഈ സുഗന്ധമുള്ള സ്ഥലത്ത് പിശാച് അധികം നിൽക്കൂല, അവനിക്ക് ഇഷ്ടമല്ല ഈ സുഗന്ധം. അതുകൊണ്ട് ഈ സുഗന്ധമുള്ള സ്ഥലത്ത് പിശാച് ഉണ്ടാവില്ല. പിശാചിനെ പുറന്തള്ളാൻ, പിശാചിനെ ഓടിക്കാൻ നമ്മുടെ വീടുകളിൽ പുകക്കാൻ പറ്റിയൊരു വസ്തുവാണ് കുന്തിരിക്കം. മൂന്നാമത്തേത്, 41 ദിവസം തുടർച്ചയായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഈ കുന്തിരിക്കം പുകച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്നും കണ്ണേറ്, സിഹിർ, കരിനാക്ക്, കൊതി എല്ലാം അല്ലാഹു തആല മാറ്റി കൊടുക്കുന്നതാണ്. 41 ദിവസം തുടർച്ചയായിട്ട് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ.